വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. 10ാം ക്ലാസ്സിലെയും +1-ൻ്റെയും ഇംഗ്ലീഷ് കണക്ക് ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അത് അതീവ ഗൗരവമായിട്ടെടുക്കുകയും വിദ്യാഭ്യാസ ഡയറക്ടർ DGPക്കും അതുപോലെ സൈബർ സെല്ലിനും പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പാടില്ലാത്തെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിനാരും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം മോശമായ പ്രവണതകൾ ഒരിക്കലും ഒരു പൊതുസംസ്കാരത്തിനും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് ചേർന്നല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. തന്നെയുമല്ല ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ചില DOമാർ AOമാർ അതുപോലെ ചില അധ്യാപകർ ഇത്തരം ഓൺലൈൻ സൈറ്റുകളിലൂടെ ക്ലാസ് എടുക്കുകയും സ്വകാര്യ ട്യൂഷൻ എടുക്കുകയും അവരുടെ ലോബിയാണ് അവരെടുക്കുന്ന കുട്ടികൾ അവർ ട്യൂഷൻ എടുക്കുകയോ അല്ലെങ്കിൽ പഠിപ്പിക്കുകയോ ചെയ്യുന്ന കുട്ടികളെ വിജയിപ്പിക്കാനായിട്ട് വലിയ തുക കൈപ്പറ്റിക്കൊണ്ട് ഈ നടത്തിയതെന്നാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിനെ സംബന്ധിച്ചുള്ള അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടറും മിനിസ്റ്ററും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു പിഴവിന് കർശനമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുമെന്നുള്ളവരും മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഒന്നും നിഷേധിച്ചിട്ടില്ല. അതാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും ഇത് ചോർന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റായിട്ട് തന്നെ അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞു. നിർഭാഗ്യകരമൊന്നുമല്ല, ഇത് അതീവ ശിക്ഷാർഹമായിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പേപ്പർ ഉത്തരക്കടലാസിൽ അവരുടെ ഉത്തരങ്ങൾ പകർത്തുന്ന കുട്ടികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ലോബി ഒരു എന്താ പറയുക യൂട്യൂബ് ചാനലിൻ്റെ സപ്പോർട്ടോടുകൂടി മറ്റു കുട്ടികളെ ഒരു നിലവാരം കുറഞ്ഞ കുട്ടികൾക്ക് പോലും എല്ലാ ഉത്തരങ്ങളും 80% ചെറിയ ലോബി എന്നെങ്ങനെയാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക? അതായത് സംസ്ഥാനത്ത് ഏറ്റവും സുരക്ഷിതത്വത്തോടെ കൂടി തയ്യാറാക്കുന്ന ചോദ്യപേപ്പർ ഇത് വഴിയെ പോകുന്നവരും വരുന്നവരും തയ്യാറാക്കുന്ന ഒന്നല്ല. അധ്യാപകരുടെ നേതൃത്വത്തിൽ അതിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്ന് ഈ ചോദ്യപേപ്പർ ചോർത്തണമെങ്കിൽ അതൊരു യൂട്യൂബ് ചാനലിൽ വെറുതെ ശ്രമിച്ചാൽ കഴിയുന്ന ഒന്നല്ല. കൃത്യമായി അതിനൊരു നെറ്റ്വർക്ക് ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകണം? അതിനോട് ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അധ്യാപകരടക്കമുള്ള ആളുകൾ അതിൻ്റെ ഭാഗമാക്കായിട്ടുണ്ടെങ്കിൽ ഒന്നീ സംവിധാനത്തെ പേടിയില്ല, നിയമത്തെ പേടിയില്ല, ഇവിടെ ആരും ചോദിക്കാനില്ല എന്ന അമിത ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ഈ സംസ്ഥാനത്ത് അത് സാധ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നാട്ടിൽ ഒന്നാമതാണ്. നമ്മുടെ പരീക്ഷകൾ സംബന്ധിച്ചുള്ള ക്രെഡിബിലിറ്റി വലുതാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു സ്കിൽ വലുതാണ് എന്നൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളല്ലേ. ഇവിടുത്തെ പരീക്ഷാ സംവിധാനം ഇങ്ങനെയൊക്കെയാണ്, ചോദ്യം അങ്ങ് വീട്ടിൽ വരും, അല്ലെങ്കിൽ ഒന്ന് നെറ്റിൽ പരതിയാൽ കിട്ടും എന്നുള്ളതാണോ? അല്ല, ഈ ഒരു നിർഭാഗ്യകരമായ രീതിയിലുള്ള സംഭവത്തിന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും പരീക്ഷകളെയും അടങ്കലം നമ്മൾ കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുതാര്യമായി ഏറ്റവും സ്ട്രിക്റ്റായിട്ട് പരീക്ഷകൾ നടത്തുകയും അതിൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശംസ നേടിയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പാണ് കേരളത്തിലേത്. അത് ഏത് സർക്കാർ ഭരിച്ചാലും. പക്ഷേ ചോദ്യപേപ്പറുകൾ ഇത് ആദ്യമായിട്ടില്ല. ഇതിനു മുമ്പ് പലപ്പോഴും ചോദ്യപേപ്പറുകൾ കാലങ്ങളായിട്ട് തന്നെ ചോർന്ന സംഭവമുണ്ട്. പക്ഷേ ഇത് അതിലും ഗൗരവം അർഹിക്കുന്ന ഒരു സംഭവം തന്നെ. അതിൽ യാതൊരു സംശയമില്ല. ഈ കാര്യത്തിന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് ലജ്ജാകരമാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട മന്ത്രി അത് തുറന്ന് സംഭവിച്ചത്. അത് പരിഹരിക്കാനായിട്ടുള്ള, അതായത് 3 ലെയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ. അത് ഇന്ത്യയിൽ ആ രീതിയിൽ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് കേരളത്തിലാണ്. തന്നെയല്ല കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസ്സിൽ കേരളത്തിന് വെളിയിലാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. അത് 14 ജില്ലകളിലെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെത്തിച്ചിട്ടാണ് അതാത് സ്കൂളുകളിലേക്ക് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു തരത്തിലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. ആ സംഭവിച്ചതിനെ എങ്ങനെയാണ് അതിനെ പരിഹരിക്കണം എന്നുള്ളവരും സർക്കാർ അടിയന്തരമായിട്ട് തന്നെ യോഗം കൂടുന്നു. തന്നെയല്ല കർശനമായ നടപടികൾ സ്വീകരിക്കുന്നു. ഇതിന് കൂട്ടുനിന്നവരെ ശിക്ഷിക്കുമെന്ന് ഉറപ്പ് വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും നമ്മുടെ പൊതു എക്സാമിനേഷനെയും കാലങ്ങളായിട്ട് തന്നെ നമ്മൾ തെറ്റാന്ന് വ്യാഖ്യാനിക്കുന്നത് അതൊരു തെറ്റായ ഇമേജ് കേരളം നേടിയെടുത്തിരിക്കുന്ന വിദ്യാഭ്യാസ അടിത്തറയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് അത് പോകരുന്നൊരു അപേക്ഷയുണ്ട്. പക്ഷേ ഇത് വളരെ മാധു പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ എന്താ പറയുക ഉത്തരങ്ങൾ കണ്ടെത്തുന്ന കുട്ടികളുടെ തുറന്ന് സമ്മതിക്കുന്നത് കൊണ്ട് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം ആ വീഴ്ചയുണ്ടായി എന്നുള്ളത് ആ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് 90% ചോദ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. ഇത് ഈച്ചക്കോപ്പി അടിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം വെച്ചുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാകുന്ന ഒന്നാണ്.
അത് അവരുടെ മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ തുറന്ന് സമ്മതിക്കുക എന്ന് പറയുന്നത് മറ്റ് ഗത്യന്തരമില്ലാത്ത സാഹചര്യമാണ്. അതൊരു വലിയ ഉദാരമായ സമീപനം എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. ഈ സംവിധാനത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അന്വേഷണം നടത്തുക എന്ന് പറയുന്നതും വലിയ ഔദാര്യമല്ല, അത് നടത്തേണ്ടതാണ്. കാരണം പട്ടാപ്പകൽ പോലെ വ്യക്തമായി പോയിട്ടുള്ള ഒരു കെടുകാര്യസ്ഥതയാണ്. അതിൽ അന്വേഷണം നടത്തുക എന്ന് പറയുന്നതും ആരുടെയും ഔദാര്യമല്ല. ഈ പറയുന്ന വീഴ്ചകൾ ഉണ്ടാകാതെ ഇരിക്കാൻ ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. ഞാൻ അങ്ങനെയൊക്കെ വരാം.